പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക ലഭ്യതയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട ഭാരതത്തിന്റെ LPG കപ്പൽ ജഗ് വിക്രം നാളെ ഗുജറാത്തിലെ തുറമുഖത്തെത്തും. രാജ്യത്തെ LPG ക്ഷാമമില്ലെന്നും 100% വിതരണം ഉറപ്പാക്കിയെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥകൾക്കിടയിലും ഭാരതത്തിന്റെ ഊർജ്ജ നീക്കം തടസ്സമില്ലാതെ തുടരുന്നു. 20,400 മെട്രിക് ടൺ LPGയുമായി ജഗ് വിക്രം എന്ന ഭാരതീയ കപ്പൽ കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 14 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ ഭാരത കപ്പലാണിത്. इंडियन फ्लैग्ड LPG वेसल जग विक्रम ने 11 अप्रैल को क्रॉस किया था स्ट्रेट ऑफ हॉर्मुज को और इस वेसल पर करीब 20,400 मैट्रिक टन LPG है और इसमें 24 सीफेरर ऑन बोर्ड हैं और इसके अब 14 अप्रैल को कांडला पहुंचने की संभावना है. സമുദ്രപാത സുരക്ഷിതമായതോടെ രാജ്യത്തെ പാചകവാതക വിതരണ ശൃംഖലയും കൂടുതൽ കരുത്താർജിച്ചതായി പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഒരു വിതരണ കേന്ദ്രത്തിലും പാചകവാതക ക്ഷാമമില്ലെന്നും 100% വിതരണവും ഉറപ്പാക്കിയതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വാണിജ്യ ആവശ്യത്തിനുള്ള LPG വിതരണത്തിൽ 70% വർധനവ് രേഖപ്പെടുത്തി. कमर्शियल सप्लाईज के संबंध में जैसा कि आप जानते हैं कि 70% तक रेस्टोर की जा चुकी है and the measures have been taken to prevent supply chain disruptions, avoid shortages of essential goods and ensure continuity of industrial operation despite the ongoing global crisis. और अभी तक 14 मार्च से लगभग 1,82,900 टन कमर्शियल LPG की सेल हुई है. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി 5 കിലോയുടെ FTL സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കി. അതോടൊപ്പം പൈപ്ഡ് ഗ്യാസ് കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കാനും മന്ത്രാലയം നടപടിയെടുത്തു. നിലവിൽ ഗൾഫ് മേഖലയിലുള്ള 15 ഭാരത കപ്പലുകളിലെയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.